ദിവസം രാവിലെ ഉറക്കത്തിൽ എണീച്ച് ബെഡിൽ നിന്ന് എണീക്കാൻ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് എണീക്കാൻ പറ്റുന്നില്ല. കാല് വേദനിച്ചിട്ടൊന്നല്ല, നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ 2 കാലും പാരലൈസ്ഡ് ആയി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കാഷ്വാലിറ്റിയിൽ വന്ന ഒരു 24 ഇയേഴ്സ് ഓൾഡ് മാൻ സംഭവിച്ചത് ഇതാണ്. ഹായ്, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. മെഡിക്കൽ സ്റ്റോറീസും ഫാക്ട്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന കേസ് ഫയൽ സീരീസിന്റെ അടുത്ത എപ്പിസോഡാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ വന്ന ഒരു 24 ഇയേഴ്സ് ഓൾഡ് മാനിന് പറ്റിയത് ഇതാണ്. ആൾ രാവിലെ എണീച്ച് നോക്കിയ സമയത്ത് 2 കാലും പാരലൈസ്ഡ് ആയി. ആളങ്ങനെ കഷ്ടപ്പെട്ട് ഉപ്പയുടെ ഒക്കെ സഹായത്തോടെ എണീച്ച് ഒരു ചായക്കപ്പ് പിടിക്കാൻ നോക്കിയപ്പം ഹി കാൻറ്റ് ഈവൻ ഹോൾഡ് ദി കപ്പ്. അതായത് കയ്യിലേക്ക് പോലും ആ വീക്ക്നെസ് വ്യാപിച്ചിരുന്നു. ആൾക്കാകെ ടെൻഷനായി. എന്നിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി CT സ്കാൻ എടുത്തു ആൻഡ് ഹിസ് ബ്രെയിൻ വാസ് ഫൗണ്ട് ടു ബി കംപ്ലീറ്റ്ലി നോർമൽ. അപ്പൊ തന്നെ ആളിനെ നമ്മുടെ കോളേജിലോട്ട് റെഫർ ചെയ്തു. നമ്മുടെ കാഷ്വാലിറ്റിയിലുള്ള ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആളുടെ അടുത്ത് ഹിസ്റ്ററി എടുക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് രാവിലെയാണ് ആൾക്ക് കാലിന് പാരലൈസിസ് ആയിട്ട് അനുഭവപ്പെട്ടത്. പക്ഷെ അതിന്റെ തലേ ദിവസം രാവിലെ ആളുടെ 2 കാലിന്റെയും ടോസിൽ തുടങ്ങിയിട്ട് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ ആൾക്ക് ഫീൽ ചെയ്തിരുന്നു. ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ. ആളതങ്ങനെ കാര്യമാക്കില്ല. അങ്ങനെ അന്ന് വൈകുന്നേരം സ്റ്റെയർ കേസ് കയറാൻ നോക്കിയ സമയത്ത് ആൾക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാലൊക്കെ ഒന്ന് വീക്ക് ആവുന്നത് പോലെ ഉണ്ടായിരുന്നു. അതും കാര്യമാക്കില്ല, അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എണീക്കാൻ നോക്കുന്ന സമയത്താണ് ഹി റിയലൈസ് ദാറ്റ് 2 കാലും ഗോട്ട് പാരലൈസ്ഡ് ആൻഡ് 2 കൈയിലോട്ടും വീക്ക്നെസ് വ്യാപിച്ചിട്ടുണ്ടെന്ന്. നമ്മളെ കൺസൾട്ട് ചെയ്യാൻ ഏത് പേഷ്യന്റ് വന്നാലും ആദ്യം നമ്മൾ ഹിസ്റ്ററി എടുക്കും, രണ്ടാമത് നമ്മൾ എക്സാമിനേഷൻ ചെയ്യും. അപ്പൊ ഈ പേഷ്യന്റില് എക്സാമിനേഷൻ ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് ഫൈൻഡിങ്സ് കിട്ടി. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് ഹൈപ്പോട്ടോണിയ വാസ് പ്രസന്റ്. അതായത് കയ്യിലെയും കാലിലൊക്കെ മസിൽസിന്റെ വീക്ക്നെസ് പ്രസന്റ് ആയിരുന്നു. ഹൈപ്പോട്ടോണിയ വാസ് പ്രസന്റ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡീപ് ടെൻഡൻ റിഫ്ലെക്സസ് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ആങ്കിൾ ജർക്ക് ആൻഡ് നീ ജർക്ക് വർ കംപ്ലീറ്റ്ലി ആബ്സെന്റ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ആളുടെ സെൻസേഷൻ ചെക്ക് ചെയ്ത സമയത്ത്, അതായത് സെൻസറി സിസ്റ്റം എക്സാമിൻ ചെയ്ത സമയത്ത് ആള് തൊടുന്നതും അല്ലെങ്കിൽ ആളുടെ വേദനയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതായത് സെൻസേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ പ്രിഡോമിനന്റ്ലി മോട്ടോർ സിംറ്റംസ് ആണ് ആൾക്കുള്ളത്. ഇനി നമ്മുടെ ഡോക്ടർ ആളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആൻഡ് ആ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയഗ്നോസിസ് കിട്ടി. എന്താ ക്വസ്റ്റ്യൻ എന്നല്ലേ? 2 വീക്സ് ബാക്ക് നിങ്ങൾക്ക് വല്ല ഡയറിയ വന്നിട്ടുണ്ടോ? ആൻഡ് ഹി സെഡ് യെസ്, വന്നിട്ടുണ്ട്. ആൻഡ് വി ഓൾമോസ്റ്റ് ഗോട്ട് എ ഡയഗ്നോസിസ്. ഒരു ഡയറിയയും വീക്ക്നെസ്സും തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലേ? ദർ ഇസ് എ ബിഗ് കണക്ഷൻ. ഇറ്റ്സ് ആക്ച്വലി കേസ് ഓഫ് GBS അല്ലെങ്കിൽ ഗില്ലൻ ബാരി സിൻഡ്രോം. 2 വീക്സ് ബാക്ക് ആൾക്കൊരു 2 to 3 എപ്പിസോഡ്സ് ഓഫ് ഡയറിയ വന്നിരുന്നു. ഭയങ്കര സെൽഫ് ലിമിറ്റിംഗ് ആയിരുന്നു. അതായത് മെഡിസിൻസ് പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് തന്നെ പോയി. ആൻഡ് ഈവൻ ആഫ്റ്റർ ദാറ്റ് ആൾ കംപ്ലീറ്റ്ലി നോർമൽ ആയിരുന്നു. ഒരു പ്രശ്നവും ആൾക്കില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാലിൽ വീക്ക്നെസ് തുടങ്ങി അത് കയ്യിലേക്കൊക്കെ വ്യാപിക്കാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഈ ഡയറിയും ഈ പാരലൈസിസും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അവിടെ ഒരു ബന്ധമുണ്ട്. ആൾക്ക് ഡയറി ഉണ്ടാക്കിയത് കാമ്പൈലോബാക്ടർ ജെജുനി എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആവാനാണ് സാധ്യത. കാമ്പൈലോബാക്ടർ ജെജുനി ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഡയറി ഉണ്ടാവും. ഭയങ്കര സെൽഫ് ലിമിറ്റിംഗ് ഡയറി ആയിരിക്കും. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആള് മെഡിസിൻസ് പോലും എടുക്കാണ്ട് നോർമൽ ആവും. പക്ഷേ ഈ കാമ്പൈലോബാക്ടർ ജെജുനിയുടെ സ്ട്രക്ചർ, അതായത് അത് കാണാനിരിക്കുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ സ്പൈനൽ കോഡിലുള്ള നെർവ്സിന്റെയും റൂട്ട്സിന്റെയും ഒക്കെ മെംബ്രെയിനിലുള്ള ഗാംഗ്ലിയോസൈഡിനെ പോലെയാണ് ഇതിന്റെ സ്ട്രക്ചർ ഉള്ളത്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ആന്റിജൻ വന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം അവർക്കെതിരെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ കാമ്പൈലോബാക്ടർ ജെജുനിക്ക് എതിരെയാണ് ഈ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ കാണാൻ അതുപോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ നമ്മുടെ സ്പൈനൽ കോഡിലെ റൂട്ട്സിന്റെയും നെർവ്സിന്റെയും ഒക്കെ ഗാംഗ്ലിയോസൈഡ്സ് ഉണ്ട്. അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് അറ്റാക്കിംഗ് ദിസ് കാമ്പൈലോബാക്ടർ ജെജുനി, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതേ ആന്റിബോഡീസ് നമ്മുടെ ഗാംഗ്ലിയോസൈഡ്സിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. ഈ നെർവ്സിലും റൂട്ട്സിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും. ഇറ്റ്സ് എ കേസ് ഓഫ് മോളിക്കുലർ മിമിക്രി. ഇത് കാമ്പൈലോബാക്ടർ ജെജുനി ഇൻഫെക്ഷനിൽ മാത്രമല്ല, ദാറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ ഓർഗാനിസം പ്രൊഡ്യൂസിങ് GBS. പക്ഷേ EBV, അതായത് എപ്സ്റ്റീൻ ബാർ വൈറസ്, HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതുപോലെ തന്നെ മൈക്കോപ്ലാസ്മ ഇൻഫെക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈവൻ COVID-19 ഇൻഫെക്ഷൻ പോലും there are chances that GBS വരാനുള്ളത്. ആൻഡ് ദ മോസ്റ്റ് സേഫസ്റ്റ് തിങ് അബൌട്ട് ദസ് GBS ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഈ ഒരു കണ്ടീഷൻ. നമ്മൾ ഇൻട്രാവീനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ പ്ലാസ്മ ഫെറസിസ് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിത്ത് ഫിസിയോതെറാപ്പി ഒക്കെ നമുക്ക് ആളിനെ കംപ്ലീറ്റ്ലി നോർമൽ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഗില്ലൻ ബാരി സിൻഡ്രോത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ഒരു ഡയറിയ വന്ന ഒരാൾക്ക് ആളുടെ 2 കാലും കൈയും പാരലൈസ്ഡ് ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് അതെങ്ങനെയാണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ നമുക്ക് കേസ് ഫയൽ സീരീസിന്റെ അടുത്ത എപ്പിസോഡിൽ ഇതുപോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കഥയായിട്ട് ഞാൻ വരാം. അപ്പോഴേക്കും ബൈ.